കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, 3 നോയമ്പ് കഴിഞ്ഞ് 50 നോയമ്പിനായിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ വരാൻ പോകുന്ന 50 നോയമ്പിൽ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ നമുക്ക് എങ്ങനെ വിജയമാക്കി മാറ്റാൻ സാധിക്കും? നമ്മളെ വഹിച്ചുകൊണ്ട് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിളന്ന് നടന്ന് ശത്രുവായി പോരാടിയ കർത്താവ് നമുക്ക് നേടിത്തന്നതായ അനുഗ്രഹങ്ങൾ നമുക്ക് 100% ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുറവ് കണ്ടെത്തി പരിഹരിച്ച് ഈ വരാൻ പോകുന്ന ഉയർപ്പെരുന്നാൾ നമ്മൾ പരാജയപ്പെട്ട എല്ലാ ഇടങ്ങളിൽ നിന്നും വിജയം കൈവരിച്ച് പാതാളത്തിൽ പോയ പ്രാണനെയും കൂടെ വീണ്ടെടുത്ത് അതെല്ലാം കർത്താവിൻ്റെ ഉള്ളിലാക്കി കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം നമ്മുടെ ആത്മാവിലും ദേഹിയിലും പൂർണ്ണമാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പുനരുത്ഥാനത്തിൻ്റെ അനുഭവം ശരീരത്തിൽ വരണമെങ്കിൽ കർത്താവിന് 2ാമത്തെ വരങ്ങളേ ഉള്ളൂ. എന്നാൽ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം ആത്മാവിലും ദേഹിയിലും വരുത്തുവാൻ ഈ കൃപായുഗം നമ്മൾ പ്രയോജനപ്പെടുത്തിയോ? നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതെങ്കിൽ നമ്മുടെ ആത്മാക്കൾ സ്വർഗത്തിൽ കയറിയിട്ടുണ്ട്, സ്വർഗത്തിൽ ഇരുത്തിയിട്ടുണ്ടെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് ശേഷിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാണനെ സ്വർഗത്തിൽ എത്തിച്ച് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിൽ, സ്വർഗാരോഹണത്തിൻ്റെ അനുഭവത്തിൽ യേശുവിൽ മറയുക എന്നുള്ളതാണ്. അങ്ങനെ 2 ഭാഗം പുനരുത്ഥാനത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ അനുഭവം ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നെ 1/3 ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അത് പെട്ടെന്ന് സാധിക്കും. കണ്ണടിച്ച് തുറക്കുന്നിടയിൽ നമുക്ക് ശരീരം ഉയർത്തെഴുന്നേറ്റോ രൂപാന്തരപ്പെട്ടോ നമ്മൾക്ക് കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ എത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഈ കൃപായുഗം നീണ്ടുപോകുന്നത് നമ്മുടെ പ്രാണക്കുട്ടികളെ രക്ഷിക്കാനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. 100% പ്രാണനും യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ ശരീരത്തിൽ എത്തിയെങ്കിൽ മാത്രമേ കണ്ണടിച്ച് തുറക്കുന്നതിനിടയിൽ ശരീരം രൂപാന്തരപ്പെടുകയോ ഉയർത്തെഴുന്നേൽക്കുകയോ ചെയ്യുകയുള്ളൂ. ആ വലിയ സംഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴയ നിയമകാലത്തെ 40 വർഷത്തെ പഴയ ഇസ്രായേലിൻ്റെ നടപ്പും പുതിയ നിയമകാലത്തെ യേശുവിന് 40 ദിവസത്തെ മരുഭൂമിയിലൂടെയുള്ള നടപ്പും, ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് എബ്രായ ലേഖനകർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മളിന്ന് ചിന്തിക്കുകയായിരുന്നു. വരാൻ പോകുന്ന 50 നോയമ്പിലെ 40 ദിവസം പഴയ നിയമകാലത്തിലെ 40 വർഷക്കാലത്തെ അവരുടെ മരുഭൂമിവാസത്തിൻ്റെയും ഒരു 430 കൊല്ലക്കാലത്തെ അവരുടെ മിസ്രൈമിലെ അടിമത്വത്തിൻ്റെ കാലത്തെയും എല്ലാം തിരിഞ്ഞു നോക്കാൻ ഈ അനുഭവങ്ങളുടെ എല്ലാം നേട്ടവും കോട്ടവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ 430 കൊല്ലത്തെ കെടുതികൾ, 400 വർഷത്തെ പഴയ ഇസ്രായേലിൻ്റെ കെടുതികൾ, അതിൽ യോശുവയും കാലേബിനും മാത്രം അതിനെ പ്രയോജനപ്പെടുത്തിയിട്ട് സ്വസ്ഥതയുള്ള കനാൻ ദേശത്ത് എത്താൻ സാധിച്ചത്, ഇതെല്ലാം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര എത്രത്തോളമായി? എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഈ എബ്രായ ലേഖനത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നുണ്ട്. എന്താണത്? വരാൻ പോകുന്ന 50 നോയമ്പിലെ 40 ദിവസം അടുത്ത ഞായറാഴ്ച തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ ഒരുങ്ങാൻ ഈ വേദഭാഗം നമുക്ക് സഹായകരമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും 40 വർഷം എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് കോപമുണ്ടായി. അവർ എപ്പോഴും തങ്ങളുടെ ഹൃദയം കൊണ്ട് തെറ്റിപ്പോകുന്നവരെന്നും എൻ്റെ വഴികൾ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തിൽ നകന്നു പോകാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടകൃത്യം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും നിങ്ങളാരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് വിളിക്കപ്പെടുന്ന ദിനം ഉള്ളിടത്തോളം നാൾതോറും അന്യോന്യം പ്രവർത്തിപ്പിച്ചുകൊള്ളുകയും. അങ്ങനെ എബ്രായർ 3:11 അനുസരിച്ച് നാൾതോറും അന്യോന്യം പ്രവർത്തിപ്പിച്ച് കൂട്ടായ്മ ആചരിച്ച് മരുഭൂമിയുടെ അനുഭവങ്ങളെ ഏദൻ തോട്ടം പണിയുവാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? മാതാവിന് യഹോവയും നഷ്ടപ്പെട്ടതായ ഏദൻ തോട്ടം തിരിച്ചെടുക്കുവാൻ യോശുവയ്ക്കും കാലേബിനും സാധിച്ചു. അവർ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കയറി. എന്നാൽ 6000 കുടുംബക്കാർക്ക് 6 ലക്ഷം കുടുംബക്കാർക്ക് അവർക്കത് ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങാനേ ഇടയാക്കിയുള്ളൂ. നമ്മളുടെ മേലുള്ള ദൈവകോപം തീർന്നിട്ടുണ്ടോ?
നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിക്കരുതെന്ന് കർത്താവ് ആണയിട്ടതുകൊണ്ടാണ് സ്വസ്ഥത കിട്ടാതിരിക്കുന്നത്. സ്വസ്ഥത ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ദൈവം നമ്മളെ നോക്കി ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എഴുതാനാണ് വരാൻ പോകുന്ന സംഭവം എന്ന് നമ്മൾ ഓർപ്പിക്കുന്നു. 15-ാം വാക്യത്തിൽ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുന്നതിൽ ആരോടാകുന്നു കേട്ടിട്ട് അവൻ പ്രകോപിച്ചത്? മിസ്രൈമിൽ നിന്ന് മോശ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നവരെ എല്ലാവരും അല്ലയോ? അവൻ 40 വർഷം ആരോടാണ് കോപിച്ചത്? പാപം ചെയ്തതിനാൽ തങ്ങളുടെ ശരീരങ്ങൾ ഭൂമിയിൽ വീണുപോയവരോടല്ലേ? തൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയും സത്യം ചെയ്തത് അനുസരണം കിട്ടവരോടല്ലാതെ ആരോടാണ്? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സ്വസ്ഥത ഉണ്ടാകരുതെന്ന് കർത്താവ് പറഞ്ഞു കാണും. ഇതുവരെയായിട്ടും സ്വസ്ഥത ഉണ്ടായിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ കാലെ പിടിച്ചോളുക. കർത്താവ്, ഞാനോ ഞങ്ങളുടെ കുടുംബങ്ങളോ ഞങ്ങളുടെ പൂർവികരോ നിന്നെ കോപിപ്പിച്ച് സ്വസ്ഥത ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോടതി വിധി ഒന്ന് മാറ്റി എഴുതാൻ ഞങ്ങൾ അപ്പീലുമായിട്ട് വരുമെന്ന് പറയണം. ഇന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ കുർബാനയില്ല. കേസ് തീർക്കാൻ വേണ്ടി കോടതിയിൽ പോവുക. അങ്ങനെ നോയമ്പിൻ്റെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങൾ പരീക്ഷാ ഹോളിൽ മരുഭൂമിയിൽ നമ്മൾ തോറ്റ വിഷയത്തിൽ ജയിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ജയിപ്പിക്കാൻ വരികയാണ്. 5 ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് ഇടക്കാല ആശ്വാസം തരാൻ വേണ്ടിയാണ് ശനിയും ഞായറും കുർബാന വെച്ചിരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പരീക്ഷയും മരുഭൂമിയും തോറ്റ വിഷയത്തിൽ ജയിക്കാനുള്ള പോരാട്ടവും നടന്നിട്ടുണ്ട്. വരാൻ പോകുന്ന 40-ാം വെള്ളിയാഴ്ച നിങ്ങൾ ഇടവപ്പള്ളിയിൽ പോയി കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ തോറ്റതിൽ ജയിച്ച വിജയം ലഭിക്കാനിടയാകട്ടെ. യോശുവയ്ക്കും കാലേബിനും ലഭിച്ചതായ വിജയം പാലും തേനോട് ദേശത്തേക്ക് പ്രവേശിക്കാൻ കർത്താവ് നിനക്ക് സ്വസ്ഥത ഉണ്ടാകില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മാറ്റി എഴുതി നിനക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് പറയാനിടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വരാൻ പോകുന്ന കഷ്ടാനുഭവാരത്തിലെ ദിവസങ്ങൾ 40-ാം വെള്ളിയാഴ്ച തൊട്ടുള്ളതായ നിങ്ങളുടെ ആരാധന ഇടവപ്പള്ളിയിലോ എവിടെയെങ്കിലും ചൊല്ലുമ്പോൾ ഈ ലാക്കോടെ നമുക്ക് ഉയർപ്പ് പെരുന്നാളിനും അതിൻ്റെ പ്രാണക്കുട്ടി മുഴുവനും ഉയർക്കണം. പ്രാണക്കുട്ടികൾ മുഴുവൻ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത ശരീരത്തിൽ എത്തണം. കണ്ണടച്ച് തുറക്കുന്നതിന് എനിക്ക് കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെടണം. ഈ ആഗ്രഹത്തോടെ കിട്ടിയ വചനങ്ങൾ മുഴുവനും ധ്യാനിക്കുവാനും വചനത്തിൽ വിറയ്ക്കുവാനും കരുണ പ്രാപിപ്പാനും അങ്ങനെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളതായ നമ്മുടെ ഉപവാസത്തിലെ ഇടയിലെ 40 കുമ്പിടിയിലെ പ്രിയരായസ്വൻ എന്ന കരുണയുണ്ടാകാനുള്ള യാചന ഇതെല്ലാം അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നമ്മുടെ സ്വസ്ഥത കെടുത്തിയെങ്കിൽ അതിന് നന്ദി പറയുക. അത് ന്യായമാണ്. ഇത്രേ സംഭവിച്ചുള്ളൂ. സ്വസ്ഥത പോയെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ. നന്ദി. ഹല്ലേലൂയ. സ്വസ്ഥത കളഞ്ഞതിനും നന്ദി. അത്രേ സംഭവിച്ചുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ കത്തിച്ച് കളഞ്ഞില്ലല്ലോ, ഞങ്ങളെ സംഭവിച്ചു കളഞ്ഞില്ല, ഭൂമി വിഴുങ്ങി താഴോട്ട് പോയില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ പലർക്ക്? ഇത്രേ സംഭവിച്ചുള്ളൂ ദൈവമേ. അതുകൊണ്ട് ഈ 50 നോയമ്പ് വിടുന്നവരെങ്കിലും ഞങ്ങൾ നശിക്കാതെ ഈ കരുണ പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പറഞ്ഞു നോക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. വരാൻ പോകുന്ന 50 നോയമ്പിലെ ആദ്യത്തെ 40 ദിവസം കർത്താവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഞങ്ങളെ വഹിച്ചുകൊണ്ടുള്ളതായ ആ വിജയകരമായ യാത്രയെ ഓർക്കുവാനും 40 വർഷക്കാലത്തെ പഴയ ഇസ്രായേലിൻ്റെ മരുഭൂമിയിൽ കൂടിയുള്ള പോക്കിനെ ഓർക്കുവാനും ആ പഴയ ഇസ്രായേൽ ഉണ്ടായ പോലെയുള്ള പ്രകൃതി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവവും വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുവാൻ തക്കമാണ് ഞങ്ങൾ കർത്താവിൻ്റെ കാലെ പിടിക്കുവാൻ. സ്വർഗം എൻ്റെ സുവാസനവും ഭൂമി പാദപീഠമാണെന്നുള്ള പറഞ്ഞ അതിനപ്രകാരം ഭൂമിയിലെ പാദപീഠത്തെങ്കിൽ ആരാധന സ്ഥലത്ത് മുട്ടുകുത്തി കുമ്പിട്ടും കർത്താവിൻ്റെ കാലെ പിടിച്ചും ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപശാപങ്ങൾ മാറ്റി സ്വസ്ഥതയുള്ള അനുഭവത്തിലേക്ക് പ്രവേശിച്ച് ജന്മസാഫല്യമടയുവാൻ ഈ വർഷത്തെ ഞങ്ങളുടെ 50 നോമ്പ് സ്വർഗ്ഗാരോഹണ പെരുന്നാൾ വരാൻ പോകുന്ന പെന്തിക്കോസ്ത് പെരുന്നാളെല്ലാം ഉതകണമെന്ന് യേശുവിൻ്റെ നാമത്തിയാക്കി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ കർത്താവിനെ സ്നേഹിക്കപ്പെട്ട 3 നോയമ്പ് കഴിഞ്ഞ് 50 നോയമ്പിനായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ
വരാൻ പോകുന്ന 50 നോമ്പിൽ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ നമുക്ക് എങ്ങനെ വിജയമാക്കി മാറ്റാൻ സാധിക്കും? നമ്മളെ വഹിച്ചുകൊണ്ട് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിളർന്നു നടന്ന് ശത്രുവായി പോരാടിയ കർത്താവ് നമുക്ക് നേടിത്തന്നതായ അനുഗ്രഹങ്ങൾ നമുക്ക് 100% ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുറവ് കണ്ടെത്തി പരിഹരിച്ച് ഈ വരാൻ പോകുന്ന ഉയർപ്പെരുന്നാൾ നമ്മൾ പരാജയപ്പെട്ട എല്ലാ ഇടങ്ങളിൽ നിന്നും വിജയം കൈവരിച്ച് പാതാളത്തിൽ പോയ പ്രാണനെയും കൂടെ വീണ്ടെടുത്ത് അതെല്ലാം കർത്താവിൻ്റെ ഉള്ളിലാക്കി കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം നമ്മുടെ ആത്മാവിലും ദേഹിയിലും പൂർണ്ണമാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പുനരുത്ഥാനത്തിൻ്റെ അനുഭവം ശരീരത്തിൽ വരണമെങ്കിൽ കർത്താവിന് രണ്ടാമത്തെ വരവിലേ ഉള്ളൂ. എന്നാൽ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം ആത്മാവിലും ദേഹിയിലും വരുത്തുവാൻ ഈ കൃപായികൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയോ? നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതെങ്കിൽ നമ്മുടെ ആത്മാക്കൾ സ്വർഗത്തിൽ കയറിയിട്ടുണ്ട്, സ്വർഗത്തിൽ ഇരുത്തിയിട്ടുണ്ടെന്ന് എഫേസ്യർ 2 എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് ശേഷിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാണനെ സ്വർഗത്തിൽ എത്തിച്ച് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിൽ, സ്വർഗാരോഹണത്തിൻ്റെ അനുഭവത്തിൽ യേശുവിൽ മറയുക എന്നുള്ളതാണ്. അങ്ങനെ 2 ഭാഗം പുനരുത്ഥാനത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ അനുഭവം ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നെ 1/3 ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അത് പെട്ടെന്ന് സാധിക്കും. കണ്ണടച്ച് തുറക്കുന്നിടയിൽ നമുക്ക് ശരീരം ഉയർത്തെഴുന്നേറ്റോ രൂപാന്തരപ്പെട്ടോ നമ്മൾക്ക് കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ എത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഈ കൃപായിൽ നീണ്ടുപോകുന്നത് നമ്മുടെ പ്രാണക്കുട്ടികളെ രക്ഷിക്കാനാണ് നമ്മൾ ആരും ഓർപ്പിക്കുന്നു. 100% പ്രാണനും യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ ശരീരത്തിൽ എത്തിയെങ്കിൽ മാത്രമേ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ശരീരം രൂപാന്തരപ്പെടുകയോ ഉയർത്തെഴുന്നേൽക്കുകയോ ചെയ്യുകയുള്ളൂ. ആ വലിയ സംഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴയ നിയമകാലത്തെ 40 വർഷത്തെ പഴയ ഇസ്രായേലിൻ്റെ നടപ്പും പുതിയ നിയമകാലത്തെ യേശുവിന് 40 ദിവസത്തെ മരുഭൂമിയിലൂടെയുള്ള നടപ്പ്, ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് എബ്രായ ലേഖനകർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മളിന്ന് ചിന്തിക്കുകയായിരുന്നു. വരാൻ പോകുന്ന 50 നോമ്പിലെ 40 ദിവസം പഴയ നിയമകാലത്തിലെ 40 വർഷക്കാലത്തെ അവരുടെ മരുഭൂമിവാസത്തിൻ്റെയും ഒരു 430 കൊല്ലക്കാലത്തെ അവരുടെ മിസ്രൈമിലെ അടിമത്വത്തിൻ്റെ കാലത്തെയും എല്ലാം തിരിഞ്ഞു നോക്കാൻ ഈ അനുഭവങ്ങളുടെ എല്ലാം നേട്ടവും കോട്ടവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ 430 കൊല്ലത്തെ കെടുതികൾ, 400 വർഷത്തെ പഴയ ഇസ്രായേലിൻ്റെ കെടുതികൾ, അതിൽ യോശുവയ്ക്കും കാലേബിനും മാത്രം അതിനെ പ്രയോജനപ്പെടുത്തിയിട്ട് സ്വസ്ഥതയുള്ള കനാൻ ദേശത്ത് എത്താൻ സാധിച്ചത്, ഇതെല്ലാം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര എത്രത്തോളമായി? എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഈ എബ്രായ ലേഖനത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നുണ്ട്. എന്താണത്? വരാൻ പോകുന്ന 50 നോമ്പിലെ 40 ദിവസം അടുത്ത ഞായറാഴ്ച തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ ഒരുങ്ങാൻ ഈ വേദഭാഗം നമുക്ക് സഹായകരമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും 40 വർഷം എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് കോപമുണ്ടായി. അവർ എപ്പോഴും തങ്ങളുടെ ഹൃദയം കൊണ്ട് തെറ്റിപ്പോകുന്നവരെന്നും എൻ്റെ വഴികൾ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും നിങ്ങളാരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് വിളിക്കപ്പെടുന്ന ദിനം ഉള്ളിടത്തോളം നാൾതോറും അന്യോന്യം പ്രവർത്തിപ്പിച്ചുകൊള്ളുകയും. അങ്ങനെ എബ്രായർ 3:13 അനുസരിച്ച് നാൾതോറും അന്യോന്യം പ്രവർത്തിപ്പിച്ച് കൂട്ടായ്മ ആചരിച്ച് മരുഭൂമിയുടെ അനുഭവങ്ങളെ ഏദൻ തോട്ടം പണിയുവാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ആദാമിനും ഹവ്വയും നഷ്ടപ്പെട്ടതായ ഏദൻ തോട്ടം തിരിച്ചെടുക്കുവാൻ യോശുവയ്ക്കും കാലേബിനും സാധിച്ചു. അവർ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കയറി. എന്നാൽ 6000 കുടുംബക്കാർക്ക് 6 ലക്ഷം കുടുംബക്കാർക്ക് അവർക്കത് ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങാനേ ഇടയാക്കിയുള്ളൂ. നമ്മളുടെ മേലുള്ള ദൈവകോപം തീർന്നിട്ടുണ്ടോ? നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിക്കരുതെന്ന് കർത്താവ് ആണയിട്ടതുകൊണ്ടാണ് സ്വസ്ഥത കിട്ടാതിരിക്കുന്നത്. സ്വസ്ഥതയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
അങ്ങനെ ദൈവം നമ്മളെ നോക്കി ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എഴുതാനാണ് വരാൻ പോകുന്ന സംഭവം എന്ന് നമ്മൾ ഓർപ്പിക്കുന്നു. 15-ാം വാക്യത്തിൽ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുന്നതിൽ ആരോടാകുന്നു കേട്ടിട്ട് അവൻ പ്രകോപിച്ചത്? മിസ്രൈമിൽ നിന്ന് മോശ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നവരെ എല്ലാവരും അല്ലയോ? അവൻ 40 വർഷം ആരോടാണ് പ്രകോപിച്ചത്? പാപം ചെയ്തതിനാൽ തങ്ങളുടെ ശരീരങ്ങൾ ഭൂമിയിൽ വീണുപോയവരോടല്ലേ? തൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയും സത്യം ചെയ്തത് അനുസരണം കിട്ടവരോടല്ലാതെ ആരോടാണ്? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സ്വസ്ഥത ഉണ്ടാകരുതെന്ന് കർത്താവ് പറഞ്ഞു കാണും. ഇതുവരെയായിട്ടും സ്വസ്ഥത ഉണ്ടായിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ കാലെ പിടിച്ചോളുക. കർത്താവ്, ഞാനോ ഞങ്ങളുടെ കുടുംബങ്ങളോ ഞങ്ങളുടെ പൂർവികരോ നിന്നെ കോപിപ്പിച്ച് സ്വസ്ഥത ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോടതി വിധി ഒന്ന് മാറ്റി എഴുതാൻ ഞങ്ങൾ അപ്പീലുമായിട്ട് വരുന്നു പറയണം. ഇന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ കുർബാനയില്ല. കേസ് തീർക്കാൻ വേണ്ടി കോടതിയിൽ പോവുക. അങ്ങനെ നോയമ്പിൻ്റെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങൾ പരീക്ഷാ ഹോളിൽ മരുഭൂമിയിൽ നമ്മൾ തോറ്റ വിഷയത്തിൽ ജയിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ജയിപ്പിക്കാൻ വരികയാണ്. 5 ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് ഇടക്കാല ആശ്വാസം തരാൻ വേണ്ടിയാണ് ശനിയും ഞായറും കുർബാന വെച്ചിരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പരീക്ഷയും മരുഭൂമിയും തോറ്റ വിഷയത്തിൽ ജയിക്കാനുള്ള പോരാട്ടവും നടന്നിട്ട് വരാൻ പോകുന്ന 40-ാം വെള്ളിയാഴ്ച നിങ്ങൾ ഇടവപ്പള്ളിയിൽ പോയി കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ തോറ്റതിൽ ജയിച്ച വിജയം ലഭിക്കാനിടയാകട്ടെ. യോശുവയ്ക്കും കാലേബിനും ലഭിച്ചതായ വിജയം പാലും തേനോട് ദേശത്തേക്ക് പ്രവേശിക്കാൻ കർത്താവ് നിനക്ക് സ്വസ്ഥതയുണ്ടാകില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മാറ്റി എഴുതി നമുക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് പറയാനിടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വരാൻ പോകുന്ന അഷ്ടാനുഭവാരത്തിലെ ദിവസങ്ങൾ 40-ാം വെള്ളിയാഴ്ച തൊട്ടുള്ളതായ നിങ്ങളുടെ ആരാധന ഇടവപ്പള്ളിയിലോ എവിടെയെങ്കിലും ചൊല്ലുമ്പോൾ ഈ ലാക്കോടെ നമുക്ക് ഉയർപ്പ് പെരുന്നാൾ നമ്മൾ എൻ്റെ പ്രാണക്കുട്ടി മുഴുവനും ഉയർക്കണം. പ്രാണക്കുട്ടികൾ മുഴുവൻ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് സ്വകാരണം ചെയ്ത ശരീരത്തിൽ എത്തണം. കണ്ണടച്ച് തുറക്കുന്നതിന് എനിക്ക് കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെടണം. ഈ ആഗ്രഹത്തോടെ കിട്ടിയ വചനങ്ങൾ മുഴുവനും ധ്യാനിക്കുവാനും വചനത്തിൽ വിറയ്ക്കുവാനും കരുണ പ്രാപിപ്പാനും അങ്ങനെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളതായ നമ്മുടെ ഉപവാസത്തിലെ ഇടയിലെ 40 കുമ്പിടിയിലെ പ്രിയരായിസ്വൻ എന്ന കരുണയുണ്ടാകാനുള്ള യാചന ഇതെല്ലാം അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നമ്മുടെ സ്വസ്ഥത കെടുത്തിയെങ്കിൽ അതിന് നന്ദി പറയുക. അത് ന്യായമാണ്. ഇത്രേ സംഭവിച്ചുള്ളൂ. സ്വസ്ഥത പോയെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദി പറഞ്ഞാട്ടെ. നന്ദി. ഹല്ലേലൂയ. സ്വസ്ഥത കളഞ്ഞതിനും നന്ദി. അത്രേ സംഭവിച്ചോളൂ. അതുകൊണ്ട് ഞങ്ങളെ കത്തിച്ച് കളഞ്ഞില്ലല്ലോ, ഞങ്ങളെ സംഭവിച്ചു കളഞ്ഞില്ല, ഭൂമി വിഴുങ്ങി താഴോട്ട് പോയില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ പലർക്ക്? ഇത്രേ സംഭവിച്ചോളൂ ദൈവമേ. അതുകൊണ്ട് ഈ 50 നോയമ്പ് വിടുന്നവരെങ്കിലും ഞങ്ങൾ നശിക്കാതെ ഈ കരുണ പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. വരാൻ പോകുന്ന 50 നോയമ്പിലെ ആദ്യത്തെ 40 ദിവസം കർത്താവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഞങ്ങളെ വഹിച്ചുകൊണ്ടുള്ളതായ ആ വിജയകരമായ യാത്രയെ ഓർക്കുവാനും 40 വർഷക്കാലത്തെ പഴയ ഇസ്രായേലിൻ്റെ മരുഭൂമിയിൽ കൂടിയുള്ള പോക്കിനെ ഓർക്കുവാനും ആ പഴയ ഇസ്രായേൽ ഉണ്ടായ പോലെയുള്ള പ്രവൃത്തി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവവും വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുവാൻ തന്നെയാണ് ഞങ്ങൾ കർത്താവിൻ്റെ കാലെ പിടിക്കുവാൻ. സ്വർഗം എൻ്റെ സുവാസനവും ഭൂമി പാദപീഠമാണെന്നുള്ള പറഞ്ഞ വചനപ്രകാരം ഭൂമിയിലെ പാദപീഠത്തെങ്കിൽ ആരാധന സ്ഥലത്ത് മുട്ടുകുത്തി കുമ്പിട്ടും കർത്താവിൻ്റെ കാലെ പിടിച്ചും ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപശാപങ്ങൾ മാറ്റി സ്വസ്ഥതയുള്ള അനുഭവത്തിലേക്ക് പ്രവേശിച്ച് ജന്മസാഫല്യമടയുവാൻ ഈ വർഷത്തെ ഞങ്ങളുടെ 50 നോയമ്പ് സ്വർഗാരോഹണ പെരുന്നാൾ വരാൻ പോകുന്ന പെന്തിക്കോസ്തി പെരുന്നാളെല്ലാം ഉതകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.